പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കിള്ളിപ്പാലത്ത് നിന്ന് ആരംഭിച്ച് കരമന വരെ നീളും. കിള്ളിപ്പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷെവീദ് റാവത്തർ കൂടി ചേരുന്നു. പതിനായിരങ്ങൾക്ക് ആവേശം പകർന്നാണ് പ്രധാനമന്ത്രി കിള്ളിപ്പാലത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിച്ചത്. കൂടുതൽ വിവരങ്ങൾ ഉറപ്പായിട്ടും. കാരണം ഇതുവരെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഒരു പക്ഷേ ബി.ജെ.പി ഇത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തകർ എനിക്ക് പിന്നിൽ കാണുന്നത് ഈ ആൾക്കൂട്ടം. അത് ഈ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം മടങ്ങുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ വയസ്സായിട്ടുള്ള ആളുകളടക്കം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നത് നമ്മൾ ഇവിടെ കണ്ടതാണ്. അമ്മ എവിടുന്നാ അമ്മ വരുന്നേ? കണ്ടോ പ്രധാനമന്ത്രി? കണ്ടോ? സന്തോഷമായോ? സന്തോഷം. 65 കിലോമീറ്റർ അപ്പുറമാ. എന്നിട്ടും എന്തിനാ വന്നത്? മോദിയെ കാണാനാണ്. ആവേശമായോ? നിയമസഭാ തെരഞ്ഞെടുപ്പില് ബി.ജെ.പി ഒരുപാട് സീറ്റ് പിടിക്കും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രായമുള്ള അമ്മമാർ, അതേപോലെ തന്നെ കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾ അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ആവേശം അത് പ്രധാനമന്ത്രിയുടെ ഈ വരവിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ബി.ജെ.പി ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. അത് കേവലം തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിൽ നിന്നപ്പുറത്തേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. കൊച്ചുകുട്ടികളടക്കം ആവേശത്തോടു കൂടി ബി.ജെ.പി ക്യാമ്പ് ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മക്കളെ ആരെ കാണാമെന്നാ? മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ്? മുഖ്യമന്ത്രി എന്നാണല്ലോ പറഞ്ഞേ. കണ്ടോ അടുത്ത് കണ്ടോ? ആ രീതിയിൽ ഈ കുട്ടികൾക്കടക്കം വലിയ തരത്തിൽ ആവേശമുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന സമയത്തടക്കം ഈ കുട്ടികളായിരുന്നു ഇവിടെ അധിക നേരം, ഏതാണ്ട് 2 മണി മുതലൊക്കെ വന്ന് ഇവിടെ മോദിയെ കാണാൻ വേണ്ടി കാത്തിരുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയമായി വലിയ പ്രസക്തിയുള്ള ഒരു സന്ദർശനം കൂടിയായി, അല്ലെങ്കിൽ റോഡ് ഷോയെ കൂടി ഇത് മാറുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തിരുവനന്തപുരം സെൻട്രലും കാട്ടാക്കടയും ഉൾപ്പെടെ, കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ് ആണ് മത്സരിക്കുന്നത്. അവിടെ അടക്കം വലിയ രീതിയിൽ ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ അവസാന ലാപ്പിലെ റോഡ് ഷോ കൊണ്ട് സാധിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ആ രീതിയിൽ ആളുകൾ, അത് ഈ തിരുവനന്തപുരം ജില്ലയ്ക്കപ്പുറം മറ്റു സ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ റോഡ് ഷോ ഇപ്പോൾ ഏതാണ്ട് കരമന ജംഗ്ഷനിലേക്ക്, അതിന്റെ ഫൈനൽ പോയിന്റിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നേമം, അതേപോലെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വിമാനമാർഗം ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യും.